ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ ബിഗ് ബോസ് സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വീഡിയോസ് ഇപ്പൊ പല ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ കൊടുക്കുന്ന പല യൂട്യൂബ് ചാനൽ വഴിയും ഇപ്പൊ വരുന്നുണ്ട്. അപ്പൊ നമ്മളോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്താണ് ബിഗ് ബോസിനെ ബന്ധപ്പെട്ടുകൊണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്യാത്തതെന്ന്. ഇപ്പൊ നമ്മൾ കൺഫേം ആയിട്ട് അറിഞ്ഞൊരു കാര്യമാണ്, ഈ വരുന്ന ഓഗസ്റ്റ് മാസം ഫസ്റ്റ് വീക്കിനോടനുബന്ധിച്ചുകൊണ്ട് ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതിന്റെ അണിയറ പരിപാടികളെല്ലാം വളരെ നേരത്തെ തന്നെ ഇപ്പൊ ബിഗ് ബോസിന്റെ ക്രൂ മെമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ വ്യക്തികൾക്കും ഓഡീഷൻ കോൾ ഇപ്പൊ പോയിട്ടുണ്ട്, ഒരുപാട് കണ്ടസ്റ്റൻസിനെ വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വീഡിയോ കോൺഫറൻസ് വഴിയുള്ള ഓഡീഷനും കാര്യങ്ങളൊക്കെ ഇപ്പൊ തകൃതിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയവുമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇനി മുന്നോട്ട് പോകുന്ന നാളുകളിൽ പല പ്രൊഡിക്ഷൻ ലിസ്റ്റുകളും അതുപോലെ തന്നെ ബിഗ് ബോസിലേക്ക് വിളിക്കാനായിട്ട് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ പ്രാവശ്യം 1500ഓളം വരുന്ന കണ്ടസ്റ്റൻസിനെ വിളിച്ചിട്ട് അതിൽ നിന്നാണ് ഈ പറയുന്ന 20 പേരെ സെലക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടൊരു ടീമിലാണ് ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 7 എത്തുന്നത്. അതും ഈ പ്രാവശ്യത്തെ ഒരു പ്രത്യേകത ആയിരിക്കും. തീർച്ചയായിട്ടും ബിഗ് ബോസ് ഓഗസ്റ്റ് മാസത്തിൽ വരുന്ന സമയത്ത് ഏകദേശം 4-5 മാസത്തോളം ബിഗ് ബോസിന്റെ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സുകൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് സമയമുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഒരു അടിപൊളി സീസൺ നമുക്ക് ഈ പ്രാവശ്യം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു സമയത്ത് സോഷ്യൽ മീഡിയയിൽ വരുന്ന പുതിയ പുതിയ സെലിബ്രിറ്റീസ് അതുപോലെ തന്നെ പല കോൺട്രവേഴ്സികൾ ഉണ്ടാക്കുന്ന വ്യക്തികൾ ഈ ഇടക്കായിട്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇന്റർവ്യൂസ് അതുപോലുള്ള വീഡിയോസും കാര്യങ്ങളും അങ്ങനെയൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് ഇപ്പൊ കാണുന്ന പല ഇന്റർവ്യൂസും വീഡിയോസും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ കോൺട്രവേഴ്സീസും ഇതെല്ലാനും ബിഗ് ബോസിലേക്ക് വരാനായിട്ടുള്ള സാധ്യത ആ ഒരു വ്യക്തികൾക്ക് വളരെ കൂടുതലായിരിക്കും. ബിഗ് ബോസ് എന്ന ഒരു പ്ലാറ്റ്ഫോം ആഗ്രഹിച്ചുകൊണ്ട് ബിഗ് ബോസ് ടൈമിൽ ഇത്തരത്തിൽ ചെയ്യുന്ന വ്യക്തികളുണ്ട്. അതുപോലെ തന്നെ ബിഗ് ബോസിൽ നിന്ന് ചെറിയൊരു ഓഡീഷൻ കോളും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ തന്റെ പേരൊന്ന് സജീവമാക്കാനായിട്ട് ഇത്തരത്തിൽ സജീവമായിട്ടുള്ള പല കോൺട്രവേഴ്സീസും അറിഞ്ഞുകൊണ്ട് ഉണ്ടാക്കുന്ന വ്യക്തികളുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അതുപോലുള്ള ആളുകളെയൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഈ പ്രാവശ്യത്തെ പ്രൊഡിക്ഷൻ ലിസ്റ്റ് ഒക്കെ വരുമ്പോൾ അവരുടെ പേരുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഒരുപാട് സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസ് പങ്കെടുക്കുന്ന ഒരു സീസൺ ആയിരിക്കും ഇത്. നിങ്ങൾക്കെല്ലാം നമ്മളുടെ ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഒരുപാട് പേരുടെ പേരും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്താണ് ബിഗ് ബോസിൽ നിന്ന് ഓഡീഷൻ കോൾ പോയവരും ഇതിന് മുന്നേ വിളിച്ചിട്ട് കിട്ടാത്തവരെ വീണ്ടും വിളിച്ചവരും അങ്ങനെയുള്ള ഒരുപാട് വ്യക്തികളുടെ പേരും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വലിയൊരു വീഡിയോന്റെ രൂപത്തിൽ അത് ചെയ്യാനായിട്ട് ഇപ്പൊ താല്പര്യമില്ല. അത് ഈ പറയുന്ന ഒരു 10 പേരുടെ പേരും ഒരു 15 പേരുടെ പേരുകളൊക്കെ ആയിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് അത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചാനലിൽ സജീവമായിട്ട് വന്നുകൊണ്ടിരിക്കും. എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ 7 എല്ലാവരും എക്സ്പെക്ട് ചെയ്തതുപോലെ അല്ലെങ്കിൽ എല്ലാവരും കാത്തിരിക്കുന്നത് പോലെ ഈ പറയുന്ന ഓഗസ്റ്റ് മാസം ഫസ്റ്റ് വീക്കിനോടനുബന്ധിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ അതിന്റെ അണിയറയിൽ ഉള്ള പരിപാടികളൊക്കെ നല്ല രീതിയിൽ തകൃതിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലാലേട്ടൻ ഇതുവരെയും എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടില്ല. ലാലേട്ടന് പകരം മറ്റൊരു ഹോസ്റ്റിലേക്ക് മാറി ചിന്തിക്കേണ്ട ഒരു സാഹചര്യവും ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ കൺഫേം ആയിട്ട് അറിഞ്ഞിട്ടില്ല. ലാലേട്ടൻ തന്നെ വരും എന്ന് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയൊക്കെ ആയിരിക്കും, ആരൊക്കെ ആയിരിക്കും വരാൻ പോകുന്നതെന്ന്. ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 7 പങ്കെടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കണ്ടസ്റ്റൻസിന്റെ പേരുകൾ ഉണ്ടാവുമല്ലോ. അവരുടെ പേരുകൾ തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്